എവിടെ പോണം? സ്റ്റേക്കേഷൻ. സ്റ്റേക്കേഷൻ പോണ. After a long gap, അല്ലേ? Happy? Yeah. ഇതിപ്പോൾ എന്താ കഥ? നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിച്ച് കാണുമല്ലേ? നമ്മളൊരു സ്റ്റേക്കേഷന് പോവാന്നുള്ള വ്യാജേന എന്ന് പറയാം, എനിക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേക്കേഷന് പോയിരിക്കുകയാണ്. അയ്യോ സോറി, സ്റ്റേക്കേഷൻ അല്ല, സ്ലീപ്പ് ഓവർ. സർപ്രൈസ് ചീറ്റിപ്പോയി. അങ്ങനെ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചാൽ നമ്മൾ നാണം കിട്ടുമെന്ന് പറയാം. കാരണം എനിക്ക് സ്ലീപ്പ് ഓവർ എന്ന് പറഞ്ഞപ്പോൾ അത്ര ഹാപ്പിനെസ് ഒന്നും ആ മുഖത്ത് കണ്ടില്ല. പക്ഷേ അത് പറയാൻ വരട്ടെ, ഇത് എൻഡ് ഓഫ് ദ വീഡിയോ നിങ്ങളാളുടെ ഒരു വിഷമം കാണണം. അങ്ങനെ ഏട്ടനോട് യാത്രയൊക്കെ പറഞ്ഞു ഞങ്ങൾ ലേയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. നേനയ്ക്ക് ഇവക്കുട്ടി ഉള്ളത് കൊണ്ട് കുറച്ചൊരു സന്തോഷമുണ്ട്. ഷിബു ഏട്ടൻ ഇല്ലാത്തതും ആളത്ര മൈൻഡാക്കിയിട്ടില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവക്കുട്ടി തന്നെയാണ് ഞങ്ങളെ വെൽക്കം ചെയ്തത്. ആ ചിരി കണ്ടില്ലേ? ഇതാണ് സൂസൻ. സൂസൻ അബുദാബിയിലാണെങ്കിലും എന്നെക്കാളും മുന്നേ അവൾ സ്ഥലം പിടിച്ചു. ഞങ്ങളിതാ കെട്ടും പാണ്ടൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും മറ്റേ ജഗതിയുടെ ഡയലോഗ് ഓർമ്മ വരുന്നുണ്ടോ? പണ്ട് നമ്മൾ അമ്മ വീട്ടിലും കസിൻസിൻ്റെ വീട്ടിലൊക്കെ ഇതേപോലെ കൂടാറുണ്ടായിരുന്നു അല്ലേ? രാത്രി ഒരുപാട് ലേറ്റ് നൈറ്റായിട്ട് കിടന്ന് കഥകൾ പറഞ്ഞും തമാശകൾ പറഞ്ഞും അമ്മ വന്ന് നമ്മൾ ചീത്ത പറയും ഉറങ്ങാൻ പറഞ്ഞിട്ട്. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നൊസ്റ്റുമാണ്. ബട്ട് നമ്മളുടെ 3 പേരുടെയും കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം അവർ ജനിച്ചപ്പോൾ തൊട്ട് ഇവിടെയാണ്. അവരവരുടെ എന്താ പറയുക, യുണീക്ക് ഫാമിലി ആയിട്ട് എല്ലാവരും സെറ്റിൽഡാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് നാളത്തെ പ്ലാനിങ് ആണ്. നമ്മളിത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 6 or 7 months ആയി. അങ്ങനെ മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അവർ ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ആരെയും കളിയാക്കുന്നതൊന്നുമല്ല. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ട് ചിരിക്കുന്നതാണ്. ഫണ്ണി റീൽസ് കണ്ട് ഞങ്ങൾ സ്വയം മതിമറന്ന് ചിരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും കണ്ട് ചിരിക്കുന്നത് പറയുമ്പോൾ തന്നെ എനിക്ക് ചിരി വരുന്നുണ്ട്. ഒരു റീൽസ് കണ്ട് നമ്മളൊരു 10 പ്രാവശ്യം കണ്ട് വീണ്ടും വീണ്ടും അത് ആദ്യമായി കാണുന്ന പോലെ കണ്ട് ചിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു ഹോബിയാണ്. പിന്നെ കുറേ വർത്തമാനം പറഞ്ഞു, കുറേ കുറ്റങ്ങൾ പറഞ്ഞു. ആരുടെയൊക്കെയോ കുറ്റങ്ങൾ, ഞങ്ങൾ അറിയാത്ത ആൾക്കാരുടെ വരെ ഞങ്ങൾ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ റീൽസ് ഇല്ലാതെ ഒരു ജീവിതം നമുക്കില്ലാത്തത് കൊണ്ട് അടുത്തത് ഞങ്ങൾ റീൽസ് എടുക്കാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേപോലെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? വൈറ്റായിരുന്നു നമ്മളുടെ തീം. റീൽസിൻ്റെ പോസ്റ്റ് സെപ്പറേറ്റ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് കുറച്ച് വെറുപ്പിക്കൽ കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും നമ്മളോടൊന്ന് ക്ഷമിക്കുക. ആ വെറുപ്പിക്കലിലാണ് ഞങ്ങളുടെ സമാധാനവും സന്തോഷവും ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുകയാണ്. അല്ല, ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരെയും കിടത്തി ഉറക്കി. ഉറങ്ങാൻ കിടന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഹനമോൾ ചെന്ന വഴി ഉറങ്ങിയിട്ടോ. ഞാനും ഉറങ്ങിയിട്ടില്ല. നേനെ ഇവ 2 പേരും ബെഡിൽ കിടന്ന് കളിയും ചിരിയാണ്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളും അപ്പുറത്തെ റൂമിൽ കിടന്ന് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, സംസാരിച്ചിട്ടും തീരാത്ത പോലെ. അലക്സും റേയൻകുട്ടനും താഴെ കിടന്ന് കഥ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ സൈഡിലും ഓരോരോ കഥകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വേറെ കഥകൾ പറയുന്നു, റേയനും അലക്സൂട്ടനും വേറെ സ്റ്റോറി പറയുന്നു. ഇവക്കുട്ടി ഞാനും നേനയൊക്കെ അതേ അവിടെ ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. അന്ന് രാത്രി ഉറങ്ങിയോന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. വായയും ചെവിയൊക്കെ കഴിച്ചപ്പോൾ എപ്പോഴോ നമ്മളൊന്ന് ഉറങ്ങിക്കാണും. കുട്ടികളാണ് കേട്ടോ രാവിലെ ആദ്യം എഴുന്നേറ്റ്. എല്ലാവരും കോഫി കുടിക്കുന്ന തിരക്കിലാണ്. ഇവിടെ ഒരാൾ ബോംബ് പൊട്ടിയാലും അറിയാത്ത പോലെ നല്ല ഉറക്കത്തിലാണ്. അല്ലേ, ഒരു പച്ച മലയാളിയാണെന്ന് തെളിയിക്കുന്ന ചില കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ക്രിസ്മസ് കഴിഞ്ഞു
മാസങ്ങളായിട്ടും തൂങ്ങി നിൽക്കുന്ന സ്റ്റാർ, തെങ്ങ് കണ്ടോ, ലേടച്ചെടികളാണ് ഇതൊക്കെ. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ വായി നോക്കുമായിരുന്നു. നമ്മൾ ഒച്ചയും ബഹളം കേട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് സൂസൻ എഴുന്നേറ്റ് വന്നു. ലയ കോഫി കുടിക്കാൻ. ലയുടെ കോഫി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. നല്ല സൂപ്പർ കോഫി ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുട്ടികളൊക്കെ രാവിലെ ഒരു മോർണിംഗ് വാക്കിന് പോയി. അവിടെ സിലിക്കണിലായതുകൊണ്ട് തന്നെ സേഫാണ്, നമുക്ക് തന്നെയും കുട്ടികളെ അങ്ങോട്ട് അയക്കാനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവനേനെ വന്നപ്പോൾ തൊട്ട് അവരുടെ ഒരു ലോകത്തായിട്ട് ബിസിയാണ്. മേക്കപ്പ്, ഡാൻസ്, ഒരുങ്ങൽ എല്ലാം ചേച്ചിനെ കൊണ്ട് ചെയ്യിപ്പിക്കലായിരുന്നു ഇവ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ നമ്മുടെ കാര്യങ്ങളിലായിട്ട് ബിസിയായി. അടുത്ത റീൽസിനുള്ള പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നുമുണ്ട് കേട്ടോ. കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു നിമിഷം പോലും പാഴാക്കാതെയാണ് ഞങ്ങൾ ഈ റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അത്രയ്ക്ക് ഡെഡിക്കേഷനോട് കൂടിയാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കാണുന്ന ഓരോരുത്തരും നമ്മളുടെ പ്രയത്നം എത്രയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ റീൽസിനും വിലയിരുത്താൻ. ഈ ഡെഡിക്കേഷൻ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങളിപ്പോഴാരും വീട്ടിലിരിക്കില്ല. നമ്മളെ വലിയ വലിയ ഹൈ പൊസിഷനിൽ എത്തിയേനെ. ഒരു നിമിഷം കുക്ക് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ പാഴാക്കാതെ പ്രാക്ടീസ് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ആ റീൽസൊക്കെ ഉണ്ടാക്കിയതെന്ന് നിങ്ങളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. സാലഡിന് പഞ്ചാര പായസത്തിന്റെ മേലെ സാലഡ് ഇങ്ങനെ ഈ കാല് ഇങ്ങോട്ട് എടുക്കാനോ? ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ചിട്ട് സത്യത്തിൽ ഞാനും സൂസനും നല്ല ഉറക്കം ഇറങ്ങി. പാവം ലൈക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അവൾ കുട്ടികളെ ഇരുന്ന് കളിപ്പിക്കുകയായിരുന്നു. പിന്നെ റയൻകുട്ടന് കരാട്ടെ ക്ലാസ് ഉണ്ടായി. ആ ഗ്യാപ്പിൽ ഞങ്ങൾ ഒരു ഉറക്കത്തിന് പോയി. തലേ ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. നല്ല ഡീപ്പ് സ്ലീപ്പിൽ പോയി. വൈകിട്ട് പാർക്കിൽ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും നമുക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. പിന്നെ ആ ഉറക്കം കഴിഞ്ഞ് രാത്രി ആയപ്പോഴാണ് എഴുന്നേറ്റത്. ഇതാണ് അവളുടെ ബാൽക്കണിയിൽ നിന്നുള്ള നൈറ്റ് വ്യൂ. ലോലാ കാണുന്നുണ്ടോ? അതാണ് നമ്മുടെ ബുർജുൽ അറബ്. ഡിന്നർ നമ്മൾ പിസ്സയാണ് ഓർഡർ ചെയ്തത്. കുട്ടികൾ അതെല്ലാം കഴിച്ചതിന് ശേഷം അവർ നേരത്തെ കിടത്തി ഉറക്കണം എന്നുള്ളൊരു പ്ലാനിലാണ്. മോസ്റ്റ്ലി അവർ ഉറങ്ങുകയും ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തലേ ദിവസം അത്രയ്ക്ക് ഉറങ്ങിയിട്ടില്ല അവരെല്ലാവരെയും റൂമിൽ കിടത്തി ഉറക്കിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത റീൽസിൻ്റെ പരിപാടിയിലേക്ക് പോയത് കേട്ടോ. പാവ ഹരമോളും നാനൂത്തുമാണ് നമ്മളുടെ ക്യാമറ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. സമയം 12:30 ആയി. നമ്മൾ കുട്ടികളെല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഒരു നൈറ്റ് വാക്കിന് പോയി. വേറെ കിഡ്സ് ഒന്നുമില്ല, നമ്മൾ മാത്രം. പിന്നെ ഹനമോളും നാനുമുത്തും ഉണ്ട്. ജസ്റ്റ് താഴെ ഇറങ്ങി അവിടെ ഗ്രോസറിയിലൊക്കെ പോയി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു, ജ്യൂസ് വാങ്ങിച്ചു. ചെറിയൊരു ഷോപ്പിംഗ്. ശരിക്കും രാത്രി ഇങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കാൻ ഒരു രസമല്ലേ. ഇടയ്ക്ക് ഞാനും ശുഭേട്ടനും പിള്ളേരും കൂടിയിട്ട് ഇറങ്ങാറുണ്ട്. ഫ്രൈഡേയ്സിൽ കുറച്ച് ലേറ്റ് നൈറ്റ് ആകുമ്പോൾ കുറേ നേരം ഇരുന്ന് സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ വിചാരിക്കും ഒരു ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു സ്വീറ്റ് വേൾഡ് ഉണ്ട്. വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വണ്ടി എടുക്കാതെ അങ്ങനെ നടന്ന് പോവാറുണ്ട്. ഒരു രസം. കുട്ടികളെ എണീക്കുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ ഉറക്കക്ഷീണം, നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് എല്ലാവരും. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ പോയത് പൂളിലായിരുന്നു. നല്ല വെയിലുണ്ടായി. ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ എല്ലാവരും എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഏകദേശം 9 o'clock ഒക്കെ ആയി. തിരിച്ചു വന്നപ്പോൾ നല്ല ടാൻ അടിച്ചിട്ടുണ്ട്. പിള്ളേരെല്ലാവരും തൈരിൽ കുളിച്ചിട്ടാണ് നിൽക്കുന്നത്. ടാൻ പോകാനായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ്. ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഒന്നല്ലെങ്കിൽ മിററിൻ്റെ മുന്നിൽ പോയിട്ട് ഫുള്ള് മേക്കപ്പ് ഇട്ട് ഒരുങ്ങി നിൽക്കും, അതല്ലെങ്കിൽ ഡാൻസ്.
ഈ 2 പരിപാടിയേ ഇവർക്കുള്ളൂ. എല്ലാവരും കുളിച്ച് ഡ്രസ്സ് ചെയ്ത് വന്നു. ഞങ്ങൾ ഇനി ഒന്ന് സിലിക്കൺ സെൻറ്ററിൽ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്ന് ഫുൾ ഡേ അവിടെയാണ്. അവിടെ പോയി ചെന്ന വഴി നമ്മൾ ആദ്യം ഫുഡ് അടി, അതാണല്ലോ നമ്മളുടെ മെയിൻ. കുറേ ഫുഡ് ഓർഡർ ചെയ്തു. ജങ്ക് ഫുഡ്സ് ആണ്. ഇല്ല, അവരും തിന്നണില്ല. എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. എന്താണ് നമ്മുടെ നെക്സ്റ്റ് നമ്മൾ ആ സിലിക്കൺ സെൻറ്ററിലുള്ള ഈച്ച് ആൻഡ് എവറി ഷോപ്സ് കയറി ഇറങ്ങി കേട്ടോ. നമുക്ക് 3 ആൾക്കും കൂടെ ഒരേപോലെ ഒരു ഡ്രസ്സ് എടുക്കാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ വന്നത്. പക്ഷേ സാധനം കിട്ടിയില്ല. കാരണം നമ്മൾക്ക് 3 ആൾക്കും ഇഷ്ടപ്പെട്ട് വരുമ്പോൾ അത് 3 സൈസിലുള്ളത് ഉണ്ടാവില്ല. അല്ലെങ്കിലും നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാറായി. അങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളും കുറേ നല്ല ഓർമ്മകളും ആയിട്ട് ഈ 2 ദിവസം എത്ര പെട്ടെന്നാണ് പോയെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എനിക്ക് ശരിക്കും ഇതൊരു കംഫർട്ട് സോണാണ്. കാരണം നമ്മളുടെ ഹാപ്പി മൊമെൻറ്റ്സ് നമ്മളെല്ലാവരുമായിട്ടും പങ്കുവയ്ക്കും. നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളോട് അത്ര അടുത്ത് നിൽക്കുന്ന ആൾക്കാരോട് മാത്രമേ നമ്മളത് ഷെയർ ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് എനിക്ക് ഇവരായിട്ടുള്ള ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ ഫ്രീക്വൻ്റ്ലി മീറ്റ് ചെയ്യാറൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു 6 or 7 months പ്ലാനിങ് ആണ്. ഇനിയും അനദർ 4 or 5 months ശേഷമാവും ഞങ്ങൾ ചിലപ്പോൾ നെക്സ്റ്റ് മീറ്റ് ചെയ്യുക. പക്ഷെ അപ്പോൾ മീറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അന്ന് സ്റ്റോപ്പ് ചെയ്ത അതേ വൈബിൽ തന്നെയാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഈ ടൈം വരുത്തുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അഫക്റ്റ് ചെയ്തിട്ടില്ല സ്റ്റിൽ നൗ. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് ദേ ആർ ഹാവിങ് ഇൻ മൈ ലൈഫ്. ഇവരെ എന്നല്ല, എൻ്റെ ലൈഫിലുള്ള ഒരു ഫ്രണ്ട്സിനെയും ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. കുട്ടിക്കാലം തൊട്ട്, അതായത് സ്കൂൾ ഡേയ്സ് തൊട്ടിട്ടുണ്ടായിരുന്ന എൻ്റെ എല്ലാ ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സും ഇപ്പോഴും എനിക്ക് കീപ്പ് ഇൻ ടച്ച് ഉണ്ട്. നമ്മുടെ വട്ടമൊക്കെ അതേപോലെ ആസ്വദിക്കാൻ പറ്റിയ അതേ വട്ടമുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര കളർഫുള്ളാവും. അതിന് ചില്ലറ ഭാഗ്യമൊന്നും പോരാ അല്ലേ. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് നല്ല മെമ്മറീസ് ആയിട്ടാണ് നമ്മളെല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞത്, കുട്ടികളുൾപ്പെടെ. അതിനിപ്പോൾ ഈ താങ്ക് യുവും സോറിയൊന്നും നമ്മുടെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ അവളോട് പറയത്തില്ല. ബട്ട് ഇതിനെല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിന്ന് നമ്മുടെ ഹസ്ബൻഡുമാരോട് താങ്ക് യു അല്ല, വി ലവ് യു ഗൈസ് സോ മച്ച്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം മലൈക്കാസ്.